ഉണ്ട്. ബീഫ് നമ്മുടെ ഈ പഴംപൊരിയുടെ മണ്ടിലോട്ട് ഇങ്ങനെ ഒഴിക്കണം. ഇവിടെ കഷ്ണം ഉണ്ടോ അത്യാവശ്യം? ണ്ടോ ഈ ഒരു മരം നിറച്ച് പുളിയാണ് കേട്ടോ. അതായത് നമ്മുടെ കുടംപുളി, നമ്മുടെ ഈ കറിയൊക്കെ മീനെ കറി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴത്തേനുള്ള പുളിയാണ്. ഇത് ഉണക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രോസസ് ചെയ്തിട്ട് നമ്മുടെ ഈ പുകയത്തൊക്കെ വെച്ചിട്ടാണ് ഉണക്കുന്ന ഈ സാധനം. നിറച്ചുണ്ട് ഈ മരത്ത് നിറച്ച് സാധനം കാഴ്ച കേട്ടോ. അപ്പം ഇതിൻ്റെ കുരു ഉണ്ടല്ലോ, കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഇതാണ് പുളി ഉണ്ടോ, ഇതാണ് പുളി. നല്ല പഴുത്ത പുളിയാണ്. അപ്പോൾ ഈ സാധനം പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കുരു പണ്ട് തിന്നും. ഞാൻ തിന്ന് കാണിച്ചു തരാം. അൽജിനുണ്ട്, പിന്നെ ജോയും ഉണ്ട്. ഇത് പിടിച്ചടാ. ഇതുണ്ടോ ഈ സാധനമാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെക്കി കഴിയുമ്പോൾ ഈ സാധനം പൊട്ടും. ഇതുണ്ടോ നല്ല പഴുത്ത്, പക്ഷേ ഒത്തിരി കഴിച്ച് കഴിഞ്ഞാൽ പല്ലിൽ ഇങ്ങനെ കറയായിട്ടിരിക്കും. ഇതുണ്ടോ, ഇതാണ് സാധനം ഉണ്ടോ. നല്ല നമ്മുടെ മറ്റേ മാങ്കോസ്റ്റയില്ലേ ആ സാധനത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇത് ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല. ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ല് പുളിച്ചിട്ട് പല്ല് മഞ്ഞ കളർ വരും. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ടായിട്ട് നൊസ്റ്റാൾജിയാണ്, എല്ലാവരും ചെയ്യുന്ന സംഭവമാണ്. ഇത് പറിച്ച് കഴിച്ച് നോക്കും. അപ്പം ഈ സാധനമാണെങ്കിൽ ഉണക്കിയിട്ടാണ് നമ്മുടെ മീനെ കറിവെക്കാൻ ഇടുന്ന പുളിയാക്കുന്നത്, കുടംപുളിയാക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രഡീഷണൽ ഫിഷിംഗ് ആണ് വന്നേക്കുന്നത്. നമ്മളാണെങ്കിൽ വല വീശാൻ വന്നേക്കും കേട്ടോ. ജോയുടെ വീടിൻ്റെ അടുത്ത് ഇന്നലെ മഴയൊക്കെ പെയ്തപ്പോൾ തോട്ടിലൊക്കെ അത്യാവശ്യം മീനെ കണ്ടതുകൊണ്ട് അവൻ വിളിച്ചിട്ടുണ്ട് എന്നെ. ഇതുണ്ടോ ഇതാണ് നമ്മുടെ വീശാണ്ട് വന്നേക്കുന്ന തോട് കേട്ടോ. അത്യം പറഞ്ഞാൽ നല്ല അടിപൊളി സ്പോട്ടാണ്. ഫുള്ള് മരമൊക്കെ ഇങ്ങനെ കയറി കവർ ചെയ്തിട്ട് നിൽക്കുന്ന സ്ഥലം കേട്ടോ. അടിപൊളി കേട്ടോ. ഇവിടെ വീശാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ ഇവിടെ മീൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുള്ളനെ ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്. അതുപോലെ ഇവിടെ അത്യാവശ്യം മീനൊക്കെ ഉണ്ട്, അട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ വന്നപ്പോൾ തന്നെ കുറച്ച് സാധനം മേടിച്ചായിരുന്നു. ഇത് തന്നെയാണ് അൽജിനെ നമ്മുടെ പഴംപൊരി ബീഫ്. തുറക്ക് ഇത് കഴിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. നല്ല ചൂടോടെ വാങ്ങിച്ചോ. എവിടെയിട്ടാ പൊട്ടിക്കുന്നേ? നമുക്ക് ചേമ്പലോ? അത് പൊളിയായിരിക്കും. മതി എൻ്റെ ഇടന്നെ ചൂടാ. ചൂട് സാധനമല്ലേ? ഉയ്യോ നല്ല എണ്ണയുണ്ട്. തിളച്ച പടി എടുത്തുകൊണ്ട് വന്നാൽ ഭയങ്കര ചൂടാണ്. ആ കൂട്ടത്തിലോട്ട് നമ്മുടെ ബീഫ് നമ്മുടെ ഈ പഴംപൊരിയുടെ മണ്ടിലോട്ട് ഇങ്ങനെ ഒഴിക്കണം. ഇവിടെ കഷ്ണം ഉണ്ടോ അത്യാവശ്യം? എൻ്റെ ദൈവമേ. ഇന്നൊരു പൊളിക്കും. ഇത് കണ്ടോ ഈ സാധനം ഇങ്ങനെ സെറ്റായിട്ടിരിക്കണം. ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടോ, ഒരു കോമ്പിനേഷൻ കണ്ടോ. ഇങ്ങനെ ശകലം ഇങ്ങനെ എടുത്തിട്ട് ആ ബീഫിൻ്റെ ചാറ് കൂട്ടിയിട്ട് ഇങ്ങനെ ഇളക്കണം. എന്നിട്ടുണ്ടല്ലോ ഒരു ബീഫിൻ്റെ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട് പഴംപൊരി ബീഫ്. എൻ്റെ മോനെ നല്ല കിണ്ണായിട്ട് പഴുത്ത പഴംപൊരിയാണ്. അപ്പം അത്രയും പഴുത്തോണ്ട് തന്നെ ആ ബീഫിൻ്റെ ആ എരിവും ആ പഴുത്തിൻ്റെ മധുരോടെ വന്നിട്ട് വേറെ ലെവൽ ഒന്നും കഴിക്കാം. പഴംപൊരി ഇങ്ങനെ ഞെടിയിട്ട് ഇട്ടോ. സത്യം പറഞ്ഞാൽ കൊതി വന്നിരിക്കും. നീ കഴിക്കും എന്നിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നുള്ളൂ. ഞാനെന്തി കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ നമുക്ക് ആയാലും നൈസായിട്ട് മീൻ പിടിക്കാണ്ട് ഇപ്പോൾ ഇത് പതുക്കെ തിന്ന് തീർക്കണം കേട്ടോ. ഇവിടെ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പഴംപൊരിയും ബീഫൊക്കെ കഴിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലായിപ്പോയി കേട്ടോ. പക്ഷേ ഇവിടെ മീൻ പറയുന്നുണ്ട് കേട്ടോ. പൊടിമീനല്ലോ പറയുന്നത്. പല്ലുണ്ട് പുല്ലനും ഉണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ വല നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ 5-8 മുഴം ഉണ്ട് ഈ പോലെ. നല്ല പാടാണ് വീശാൻ വേണ്ടി. അത്യാവശ്യം നല്ല മണി വെയിറ്റും ഉണ്ട്. ഇത് കേട്ടോ ഇത്രയും വലിയ പോലെയാണ്. അപ്പോൾ ഇതെടുക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അടുത്ത മടക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൈ അടുത്ത വിരലിടക്കി വെക്കണം. അടുത്ത മടക്ക് എടുക്കുക, ഒന്നുകൂടെ പിടിച്ചിട്ട് അടുത്ത വിരലിടക്കി വെക്കണം. ഇങ്ങനെയാണ് വര എടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഫസ്റ്റ് കളിച്ചുമ്പോൾ ഒന്ന് വീശി നോക്കാം, വല്ല കിട്ടുമോ നോക്കട്ടെ. ഇതുണ്ടോ ഇങ്ങനെ വല എടുത്തിട്ട് വേണം വീശാനായിട്ട്. കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരത്തില്ല, ഞാൻ വീശി കാണിക്കാം. ശരിയാണോടാ? ഇവിടെ ചേർത്തായിരുന്നു, ചുറ്റോട് ചേർന്നായിരുന്നു, കുഴപ്പമില്ല. ഉണ്ട്. വലകറിയോ? ഇല്ല. നിറച്ചു പോല. ഇത് മതി, നമുക്ക് വീട്ടിൽ പോയേക്കാം. പറഞ്ഞില്ലേ? അയ്യോ എത്ര എണ്ണി നോക്കണേ.
10-12 ഉറപ്പായിട്ടും ഈ കളയല്ല വേറെ കളയുന്നുണ്ട് 2-3 കളയുണ്ടായിരുന്നു ആണല്ലേ നമുക്ക് നോക്കാം ഏതായാലും കറക്റ്റ് മൊത്തം കിട്ടുന്നത് അല്ലേ ഇത് ഒറ്റ വീശിന് അച്ഛൻ ചേർത്തിരുന്നോളെ ഇത് ഒറ്റ വീശിന് 3 പേർക്കുള്ള എടുക്കാനായി ഞാൻ പറഞ്ഞു ഒറ്റ വലിക്ക് ഇത്രയും പുല്ലം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതിപ്പോ അടുത്തിടെ ആദ്യം കേട്ടോ. ഞാൻ പറയാം എത്ര എണ്ണി കാണിക്കാം. വാ ഇതുണ്ട് കാണിച്ചു കൊടുത്തോ. ഒറ്റ വലി കിട്ടിയ മീനാണേ. സൈസ് മീനെ കാണിക്കും. ഇതൊക്കെ സൈസാ. എല്ലാം പഠിച്ചു പോകണം. ഇങ്ങോട്ട് വേണം പിള്ളേരെ. ഇതൊരുമാതിരി ചാകര. ഇതുണ്ടോ നല്ല അടിപൊളി പുല്ലനാട്ടോ ഇതൊക്കെ. നല്ല മുഴുത്ത പുല്ലൻ. നമുക്ക് എണ്ണി നോക്കാം. ബക്കറ്റിലൂടെ എടുത്തിടാവേ. 1 എടുത്തിട്ടുണ്ടോ 2 3 4 5 6 7 8 9 10 11 12 3 14 15 ഒന്ന് 16 പുല്ലൻ ഒറ്റ വീശിന്. ഇതുണ്ടോ ബക്കറ്റിന്റെ പകുതിയായി. ഇനിയിപ്പോ മീൻ കിട്ടിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോ മീൻ കിട്ടിയാലും കുഴപ്പമില്ല. നമുക്ക് ഏതായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ 1-1.5 വീശോ. കാര്യം ഇവിടെ തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ചിത്ര. ആ തോടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വാതിൽക്കൂടെ മീൻ വന്നിരിക്കും. അപ്പോൾ ആ ഒരു കലക്കവെള്ളത്തിന്റെ സൈഡ് വഴി ഇങ്ങനെ വന്ന് നിൽക്കുന്ന മീനാണ് നമുക്ക് കിട്ടിയത്. ഇച്ചിവിടെ മീനാണെങ്കിൽ അങ്ങോട്ട് കയറി പോയിരുന്നെങ്കിൽ ഇച്ചിവിടെ മീൻ കിട്ടിയേ. നമുക്കാണെങ്കിൽ നോക്കാം, വെയിറ്റ് നോക്കാവേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീശാൻ അങ്ങോട്ട് പോയേക്കാം. ഓക്കെ, അത് ഞാനും പറയാതിരിക്കും. ഇവിടെ വീശാം. ആ നോക്കാം അല്ലേ? അല്ലേ പിന്നെ തുടക്കിയാലും നമുക്ക് ഇറങ്ങാമല്ലോ. കൊടുക്കട്ടെ. ഓക്കെ, സെൻറ്ററിലോട്ടോ? നടുക്കോട്ടാണ് കൊടുത്തോട്ടെ. ഇവിടെ നിന്നോ? നേരാക്ക കുഞ്ഞു കമ്പ തട്ടിക്കോ അല്ലേ? അവിടെ എനിക്ക് എടുത്ത് കളയാൻ പറ്റാ. പിന്നെ വലിയ വലിയ പ്രതീക്ഷ നിൽക്കണം. ഉടക്കമുണ്ടാ കൊടുക്കണ്ടോ? പെട്ടെന്ന് കഴിച്ചെടുത്തേക്കോ. ഉണ്ട് ഒരു പുല്ലൻ. രണ്ടെണ്ണം ഇല്ലല്ലോ ഒരു പുല്ലൻ. 2 ഉണ്ടോ? ഉണ്ടോ? ഇവിടെ മോളി വന്നില്ല ഒരെണ്ണം. ആ അതിപ്പോ താഴോട്ട് പോയി. കിടന്നി പോയോ? താഴോട്ട് പോയി. എങ്ങനെയാണോ? ഒരു പരല് മതിയടാ. കിട്ടിയില്ലേ? ഒന്നുമില്ലാതിനേക്കാളും ഭേദമല്ലേ? അതെ. 2 പരലുണ്ട്. പുല്ലിറങ്ങിയില്ലോ. ഇറങ്ങിയില്ലേ? ഇതിനെ പല്ല ഇതുകൊണ്ടോ നല്ല കളറുള്ള പലരല്ല പരൽ. പുല്ല അതിനകത്ത് എടുത്തു കള്ളൻ ഒളിച്ചിരിക്കുവോ വലക്കകത്ത്? ഞാൻ കണ്ടില്ല. ഞാൻ നീ എടുത്ത് ഇട്ടതായിരിക്കും. പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം. അടുത്ത ആലോചിച്ച് നമുക്ക് ഇങ്ങനെ വീശി പോകാൻ വേണ്ടി നമുക്ക് തിരിച്ച് നമുക്ക് പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ വരാം. പക്ഷേ ആദ്യം മീൻ കിട്ടിയ സ്പോട്ടിൽ മീനല്ലേ കാടാ പോവല്ലേ. ഫുള്ളാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല വൈബ് സ്പോട്ടാണ്. അതായത് കൂട്ടുകാരൊക്കെ ഉള്ള മീൻ കിട്ടുമെന്ന് പറഞ്ഞാൽ വൻ വൈബാണ്. ഏതാണ്ടൊക്കെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കഴിച്ചു. നമുക്കാണെങ്കിൽ നമുക്ക് ആ മീൻ കൂടുതൽ കിട്ടിയ സ്ഥലത്തൊന്ന് വീശി നോക്കാം. ഒത്തിരി മഴയാണ് നമുക്ക് പോയേക്കാം കേട്ടോ. കാര്യം നമുക്ക് അത്യാവശ്യം ഒറ്റ കളിക്കാൻ മീൻ കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. ഒത്തിരി ഇതിൽ കുറച്ചുണ്ടോ? ഓണമല്ല മതി അല്ലേ? പിന്നെ മഴയത്തുള്ള മീൻപിടുത്തമാണ് കഴിച്ച് ഇറക്കുന്നത്. 2 പറഞ്ഞാൽ 2 കിട്ടണം. അതെ, വേറെ ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് വല കൊടയാ. നമുക്ക് മീനെ കുടഞ്ഞിടാവേ. നല്ല മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കി എൻ്റെ മേലെ നനഞ്ഞ് കുളിഞ്ഞാൽ നിൽക്കുന്നത് ഞാനിപ്പോൾ. കേട്ടോ നല്ല പുല്ല് അടിപൊളി. അർജുനെ പെറുക്കടാ. നീ മാറി നിൽക്കണോ? തണുപ്പടിച്ച് സൂക്ഷിച്ച് നിൽക്കുമോ അല്ലേ? പെറുക്കോ? അയ്യോ പോയാലേ മൊത്തം വെള്ളത്തിലോട്ടല്ലോ പോകുന്നത്. താഴെയല്ലേ പെറുക്കാമല്ലോ. അവിടെ കുറേ പരലുണ്ടല്ലോ. അവിടെ കോല മുരച്ച് ഇതുണ്ടോ? അതായത് ഒരു കൊമ്പ് മാത്രമുള്ള സാധനം. ഇതാണ് മുരച്ച് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടോ, ഒരു കൊമ്പേ ഉള്ളൂ. ബാക്കി മുകളിൽ ചുണ്ട. ഇത് നമുക്ക് ഇട്ടേ 2 പുല്ല് കണ്ടോ. ബക്കറ്റാണ് കേട്ടോ. പൊളി. നമുക്ക് വല കുടഞ്ഞിട്ട് ഇനി നോക്കാം കിട്ടുമോ. ചിലപ്പോൾ അക്കൗണ്ട് ഇനി മീൻ കിട്ടും. നല്ല മഴയാണ്, അതാണ് ഞാൻ ഒച്ച സംസാരിക്കുന്നത്. ഓക്കെ, കമ്പിന് മണ്ണാണ് ഇപ്പോഴും കിടക്കുന്നത്. പോയല്ലേ?
വമ്പണ്ണുണ്ടോ പരലുണ്ടല്ലേ ആടെ പരൽ ഇഷ്ടം പോലെ ഉണ്ടോ നല്ല മുട്ടൻ പരല കേട്ടോ. അടിപൊളി പരല വല വീശാൻ മടുത്തോ കയറി പോയേക്കാം മടുത്തിയ എവിടെയൊക്കെ വീണെന്ന് പോലും കണ്ടില്ലല്ലോ ഇങ്ങനെ ഇറങ്ങുന്നു. ഇത്ര ഉള്ളതാണോ 4 ഉള്ളതെന്നോ? ഇത്രയും കിട്ടിയില്ല, മുഴുപ്പം പരലായതുകൊണ്ട്. ഇവിടെ ഇത് വലയൊക്കെ ഒന്ന് കുടഞ്ഞേക്കാം. ഒരു ഭ്രാന്ത് കയറി എന്നാ സംഭവിച്ചേ? എന്നാ സംഭവിച്ചല്ല പൊളിയല്ലേ ഉടക്കം തണുപ്പ് ഇറങ്ങി ആ തണുപ്പ് മണ്ട് വല കുട. എടാ ഞാൻ ചാടിയിരിക്കും നീന്താ അതിനടാ കല്ല് കല്ലുണ്ടോ? ഒരു അടുത്തല്ലേ എവിടെ ഇരുന്നിട്ട് ഇറങ്ങാം. തണുപ്പാണോ? നീന്തണോടാ ഇറങ്ങോടെ ഇറങ്ങ ഇങ്ങോട്ട് പോകണ്ട ഒഴിക്കാം. കരയെത്തി അവിടെ അഴിച്ചോണ്ട് തൊപ്പിടേന് മറന്നുപോയോ? ഉണ്ട് 1 by 1 നമുക്ക് ഇവിടെ കഴിയട്ടെ. നമുക്ക് അവിടെ പോയി വീശാം. ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം കേട്ടോ. പക്ഷെ ഇതാരും അനുഗ്രഹിക്കരുത്. ഇത്ര ഒഴുക്കുള്ള അനുഗ്രഹിക്കരുത് അനുകരിക്കരുത്. പിള്ളേരൊക്കെ വെള്ളം വാങ്ങുമ്പോൾ നീന്തുന്ന സ്ഥലമാണ്. സ്ഥലേ തെളിഞ്ഞ വെള്ളം കേട്ടോ. പിന്നെ മുളങ്ങാട് കൂടി നല്ല വൈബുള്ള സ്ഥലം. ഫുൾ മുള അടിപൊളി. നമ്മള് കുറച്ച് ആറാടിയിട്ടുണ്ട്. ഇനി നമ്മളെ ഫസ്റ്റ് മീൻ കിട്ടിയ സ്ഥലമില്ലേ അവിടെ പോയിട്ട് നമുക്കൊന്ന് വീശി നോക്കാം. ഓറഞ്ച് ചേർത്തെറിയണേ. അവിടെ അങ്ങോട്ട് കരലിട്ട് കയറണ്ട. ഉടക്കുണ്ടെങ്കിലോ കുഴപ്പമില്ല. മീൻ നിൽക്കുന്ന അവിടെ അല്ല. ഈ മുതലമയക്കില്ലേ ചെടി എൻ്റെ അവിടെ മതി. സെറ്റ് വിശലായിരുന്നു. അപ്പുറത്തോട് ഉണ്ട്. മീൻ മറന്ന് ഞാൻ കണ്ട്. ഒന്ന് ഞാൻ ഒന്നേ ഉള്ളൂ. കണ്ടപോലെ തോന്നിയല്ലോ. ഒന്നേ ഉള്ളൂ. വേണ്ട തോന്നിയില്ലോ. ഉറപ്പോടോ വെള്ളം താഴെ വല്ലതും പോയോ? ആ മതി ബാ. എന്ത് വീശാണോടാ? വീശി കഴിയുമ്പോൾ 1.5 വീശാ തോന്നില്ലേ? കുഴപ്പമില്ല. ഭയം കേട്ടോ. മീൻ കിട്ടിയില്ലെങ്കിലേ വല വിരിഞ്ഞാലോ വിരിയത് അത്രയും മീൻ പോരല്ലോ. ഇത്രയായിട്ട് വിരിഞ്ഞിട്ടുണ്ടെങ്കിലേ നല്ലതായിട്ട് മീൻ കിട്ടണ്ടോ? ജോയ വെറുതെ മീനെന്നാ ഒരെണ്ണുള്ളതല്ലേ? ആ കിട്ടിയ കുഴപ്പം. അടിപൊളി പുല്ലാണ്. ഈ വയമനെ മുഴുവൻ ഇപ്പുറം കിടക്കും. നമുക്ക് കിട്ടിയ ഈ തവണ കിട്ടിയാൽ ഏറ്റവും ഇപ്പോഴാണ് വയം കിട്ടിയല്ലോളാ. പിന്നെ നല്ല മുട്ട വയം പോലുള്ള ഇതുണ്ടല്ലോ. അന്ന് കിട്ടിയ അത്ര ഇല്ലല്ലോളാ. പെറുക്കിയെടുക്കണം. ഈ സാമാനത്തിൻ്റെ വയമനെ പെറുക്കുന്ന നല്ല ടാസ്ക്കാണ്. അടിപൊളി. വറുത്ത തന്നെ പൊളിയായിരിക്കും അല്ലേ? പിടയ്ക്കൊന്നുമില്ലേ? മറ്റേ വാളയുടെ വീടിക്കകത്ത് വാള പിടച്ചില്ലെന്നൊക്കെ പറഞ്ഞ കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു. കണ്ടായിരുന്നോ? ഇതൊക്കെ ഇനി പടച്ചില്ല, ഇത് പിടച്ചില്ലെന്നൊക്കെ പറയുമോ? അനങ്ങുന്നുണ്ട് ഏതായാലും. നമ്മൾ സത്യം പറഞ്ഞ ഗായ്സ് ഉണ്ടല്ലോ, ഈ വാളയുണ്ടല്ലോ, വാള എന്ന് പറഞ്ഞ സാധനം നമ്മൾ വീശി കഴിയുമ്പോഴത്തേന് വലയ്ക്കതൊരു വിട പിടയ്ക്കും. അതിനായിട്ട് കര കയറുമ്പോൾ ഈ സാധനം പിടയ്ക്കത്തില്ല. അത് വല വീശാൻ വേണ്ടി പോകുന്ന വാള പിടിക്കാൻ വേണ്ടി പോകുന്നവർക്ക് അറിയാം. പിന്നെ ചൂണ്ടയ്ക്കകത്ത് കിടന്ന വാള പിടയ്ക്കും നല്ലതായിട്ട്. പക്ഷേ എല്ലാ വാളയും പിടയ്ക്കത്തില്ല കേട്ടോ. ഒരുമാതിരി എനിക്ക് കിട്ടിയേക്കുന്ന ഒരു 5-8 വാള 10-20 വാളയോളം വാളിക്കാതെ പടച്ചിട്ടില്ല. കുറച്ചുണ്ടാക്കിയേ ഉള്ളൂ ഇങ്ങനെ പടച്ചിട്ടുള്ളൂ. ഈ ചെറുതായിട്ട് ഇങ്ങനെ വാളിട്ട് അടിക്കത്തേ ഉള്ളൂ. അത് നമ്മുടെ വീഡിയോക്കകത്ത് വാളിട്ട് അടിക്കുന്നുണ്ട്. നമ്മളാണ് ഷോർട്ട് വീഡിയോ കട്ട് ചെയ്യുമ്പോഴത്തേനും കട്ടി ഇടുന്നത് എപ്പോഴും. അതുപോലെ പിള്ളേരാണ് വീഡിയോ എടുത്തത്. അതൊന്നും നമുക്ക് വിഷയമുള്ള കേസിട്ടില്ല. നമുക്ക് ഉടായ്പാണെങ്കിൽ ആവശ്യമില്ല. നമ്മൾ ഇഷ്ടംപോലെ മീൻ പിടിക്കുന്ന അവിടെ നമ്മൾ കമ്പനി റിപ്ലൈ വന്നിട്ടാണ്. നമുക്ക് അതിൽ ഇനി വീശ് നോക്കാം. ഓക്കെ, കിട്ടിയ മീൻ
വിരിഞ്ഞില്ലടാ കിട്ടാനുള്ളതാണ് കിട്ടും അത്രേ ഉള്ളൂ. മതി മതി എന്നാ വേണം കിട്ടുന്ന പറഞ്ഞ് കിട്ടി. അതെ ഒരെണ്ണേ ഉള്ളു ഇപ്പൊ ഒന്നും ഒറ്റയ്ക്കുള്ളൂടാ. ഇതൊക്കെ ചെറിയ അകവളം ഉണ്ട്, അതുപോലില്ല തൂമ്പിലോട്ട് കയറുന്ന പോലെ ഇങ്ങനെ അകത്തോട്ടില്ല മീൻ നിൽക്കുന്ന മീൻ നിൽക്കുന്നത് ഇങ്ങനെ അകത്തോട്ടാണ് ഇതുള്ളത്, അങ്ങോട്ട് കയറുന്നത് മതി. പക്ഷെ അവരോട് പെടത്തില്ലടാ, അറിഞ്ഞു പോലും ഇല്ലല്ലോ, കരക്കേറ്റിപ്പോഴാണ് കാണുന്നത്. നമുക്ക് കുടഞ്ഞെടുത്തേക്കാം. ഇവിടുന്ന് മീൻ എടുത്തു. ഇവൻ അനങ്ങുന്നില്ല കേട്ടോ, മടിയായോ? ഇതൊക്കെ ആൾക്കാർ പറയും കേട്ടോ, നമ്മൾ കൊണ്ടിട്ടോ വന്നു. അർജുനെ വീഡിയോ കണ്ണനങ്ങുന്നുണ്ട്. കണ്ണനങ്ങുന്നുണ്ട് കാര്യമില്ലല്ലോ. വീഡിയോ കട്ടൊന്നും അല്ലല്ലോ. അല്ല 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 ആൾക്കാർ പറയും നമ്മൾ മേടിച്ചോണ്ട് വന്നു. നോക്കി ഇത് അനങ്ങുന്നില്ല. ഇതെന്നാ കൊണ്ടാരോ പെടക്കണേ, നീനോടല്ല പെടക്കാൻ. കൊണ്ടാ അങ്ങോട്ടോണ്ട് ഇട്ടോ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എവിടെയല്ലേ? പോയി ഒരാൾ ലാസ്റ്റ് വരെ എനിക്ക് വയ്യ. മീൻ കിട്ടും ചിലപ്പം. എടുത്തിട്ടോ മതി. മീന ചാകര ലാസ്റ്റ് പോലെ നമ്മൾ കൊയ്തുകൊണ്ടാണ് പോകാൻ പോകുന്നത്. ഉടക്കിയോ? ഓ ഓ അവത്തെ ഉടക്കോ? ആ ഉടക്കി. ഉടക്കിക്കോട്ടെ. മീനുണ്ടോ? ഉണ്ട് പുല്ല കാണണം. മതി. ലാസ്റ്റ് വലയാ, ലാസ്റ്റ് വലയ്ക്കാത്തൊരു മീനുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വീശ വലയ്ക്കാത്ത മിക്ക വലയ്ക്കാത്ത മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയ മീനെല്ലാം ഞാൻ കാണിച്ചു. ഈ മീനെ കുടഞ്ഞതാ. യോയാ പാടാ, ഇവിടെ കുഴഞ്ഞത് തന്നെ കാണിക്കലോ. ഓ യാ സെറ്റ് പോലെ പിടയ്ക്കുന്നില്ലടാ. അയ്യോ ഇത് പിടയ്ക്കുന്നില്ലടാ. ഇത് കണ്ടിട്ട് ആരും പിടയ്ക്കുന്നത് പറയും. ഇത് കണ്ടോ? അതെ. അപ്പോൾ കിട്ടിയ മീനെ മുഴുവൻ ഇവിടെ കുടഞ്ഞിട്ട് കാണിക്കാം. നോക്കിക്കോ. പോരെ പറഞ്ഞ ഒറ്റ വലക്കിയിട്ടാണ് ഒരുമാതിരി ഒരു 10-15 എണ്ണം. മൊത്തം നമുക്ക് എണ്ണി നോക്കാവേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 സമ്മതിക്കുന്നില്ല കേട്ടോ. 14 15 16 17 18 19 20 21 ഏകദേശം ഒരു 4-5 കിലോ മീനുണ്ട് കേട്ടോ. ഇതൊരു 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. അതിൻ്റെ അര ബക്കറ്റ് മീനുണ്ട്. പിന്നെ അതേ പൊടിമീൻ വാരാൻ കിടക്കുവാണ്. ഒരു പള്ളത്തിരപ്പുണ്ട് കണ്ടോ, വെള്ളത്തിയുണ്ട്, പരലുണ്ട്. പിന്നെ ഒരു വെറൈറ്റി സാധനം ഉണ്ടായിരുന്നു, ചില്ലാൻ മുരച്ച്. പിന്നെ ചില്ലാനും കൂടി ഉണ്ടല്ലോ. ആ ചില്ലാനൊക്കെ ഇനി എവിടെ നിന്ന് കാണിക്കാനായിട്ട് അതേ കിടക്കുന്നു. ഇവിടെ എല്ലാം വെറൈറ്റി സാധനമാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മഴയത്തുള്ള മീൻപിടുത്തം വൻ വൈബായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പോയിക്കോളാം. സത്യം പറഞ്ഞാൽ 6 മണിക്ക് സമയമായിട്ടുണ്ട്. ഓക്കെ, ഇത് കേട്ടോ വേറൊരു സാധനം നന്ദൻ ഉണ്ടാ, അറിഞ്ഞില്ലൊക്കെ പറയും. ഓക്കെ, അപ്പം നമ്മുടെ ഉണ്ടല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സരിക്കുന്ന ബെൽ ബട്ടല്ലേ അവിടെ കിണയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടിപൊളി കാണാം. ഒരു ബായ് പറയടാ. ബൈ.